സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ മൾട്ടിപ്ലെയർ സീരീസ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മറ്റേ എപ്പിസോഡ് അല്ല മറ്റേ വേൾഡ് അങ്ങ് പോയി. ഞാൻ മറ്റേ ഒറിജിനൽ അങ്ങ് മേടിച്ചപ്പം അതങ്ങ് പോയി. ഇതിനകത്ത് പിന്നെ ഈ ഗൂഗിളിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ വിടുന്ന ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്നാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ വേൾഡ് ഡൗൺലോഡും കാര്യങ്ങളൊന്നും തരാനും പറ്റത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിന്ന് പെട്ടെന്ന് തന്നെ അയൺ ആർമറും ടൂളിലേക്കും രണ്ടുപേരും ഞാൻ ഇവനും മാറാൻ പോവാണ്. പിന്നെ എന്നാ പറയാനാ ഒരു ഫുഡ് സോഴ്സും ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ അല്ല, ഈ ഒരു സീരീസ് എല്ലാം പെട്ടെന്നായിരിക്കും. പിന്നെ എന്നാ പറയാനാ, എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ വീഡിയോ അടുത്തുണ്ടാവും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നത്. ഞാൻ 2 റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിലോട്ട് പോകാം. ഉണ്ണി ജസ്റ്റ് വുഡ് മൈനിങ്. ഞാൻ ഈ കൈ കൊണ്ട് അടിച്ച് തീർക്കാണ്. അത് തുറന്നു. അങ്ങനെ തന്നെ ഉള്ള ക്യാരറ്റ് നന്നായി. നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് ആക്കാം. ഇതിൽ എല്ലാം പെട്ടെന്നായിരിക്കും. ചെസ്റ്റ് ഇവിടെ എടുത്ത് വെച്ച് എടാ ഇവിടെ തന്നെ തമ്പടിക്കുന്നത്. ടോർച്ച് ആ മരം കൊട്ടിയില്ല. എടാ ഒരു ബോൾ ഇതും കൂടെ വേണം. അതെടുത്ത് അതിനകത്ത് വെക്ക്. എന്നിട്ട് ബെഡാക്കിട്ട് ഇവിടെ തന്നെ വെക്ക്. കുറച്ച് ഫുഡ് തന്നോടാ. സ്റ്റോൺ എന്തേലും ഒരു പിക്ക് ഉണ്ടോ? അതിങ്ങതാ. നീ മരം വെട്ട്. നമ്മള് ഇവിടെ നമ്മൾ മെയിൻ ചെയ്യാം. സെറ്റാണ്. ഇതിൽ കുറച്ച് പ്രതീക്ഷയുണ്ട്. ഇത് നല്ലോണം കളിക്കും. ഞാൻ ഈ കുറച്ച് ഈ ഒരു പിക്ക് പൊട്ടുന്നവരെ നമ്മുടെ അത് ഇവിടെ തന്നെ അല്ലോടാ സ്പോണ്. എന്തൊക്കെയാ മണ്ടത്തരമാറുന്നുണ്ട്. പിങ്ങൊന്നുമില്ല. ഇത് ഈ വേൾഡ് ഞാൻ ഈ വേൾഡ് എടുത്തിരിക്കുന്നത് എൻ്റെയിലല്ല, എൻ്റെ മൊബൈലിലല്ല ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ വേൾഡിലാകുമ്പോൾ എപ്പോഴും ഞാൻ കളിക്കാനുണ്ടാവില്ല. ഞാൻ മറ്റേ ലെറ്റ്സ് പ്ലേയിൽ കളിക്കുന്നുണ്ട്. എടാ ഫുഡ് തന്നെ ലെറ്റ്സ് പ്ലേയിൽ കളിക്കുന്നതുകൊണ്ട് മറ്റേ ഇത് കളിക്കാൻ സമയം കിട്ടില്ല. എന്തെങ്കിലും ഗ്രൈൻഡ് പണിയുണ്ടെങ്കിൽ റിസോഴ്സസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇതിനൊന്ന് ഏൽപ്പിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിനകത്ത് കയറേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവൻ കളിക്കുന്ന മൊബൈലിൽ കിട്ടുന്നേ ഉള്ളൂ. കുറച്ച് സൈഡും നട്ടേര്. എന്തായാലും ഫുഡ് വേണം. സീഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കിയില്ലേ? കണ്ടില്ല. ഒരു 2 സോഡ്, 2 ആക്സ്, ഒരു പിക്ക്. വടി തീർന്നേ. ഉണ്ടായിരുന്നു. ആക്സ് സീനില്ല. ആക്സ് ജസ്റ്റിലെടുത്ത് വെച്ചേരും. എന്തായാലും കുറെ മരം വെട്ടണം. പിക്കില്ല. അപ്പം അതൊക്കെ സെറ്റാണ്. ഇനി എടാ നമുക്ക് ഒരു ഫർണസും കൂടെ കാണാമല്ലേ. നമുക്ക് തൽക്കാലം ഇപ്പം ചാർക്കോൾ ആക്കിയിട്ട് ടോർച്ച് ഉണ്ടാക്കാം. വേറെ നിവർത്തിയില്ല. ഒരു 2 ഫർണസ് നിക്ക്. കോള് കണ്ടേ, ടോർച്ച് കണ്ടേ? ഇല്ല, പറഞ്ഞോടെ വെച്ചിട്ടുണ്ട്.
ഓ സീനാണ്. ഇഷ്ടാണ്. ഇത്രയോ ഓക്കെയാണ്. ഇത്രയോ സാധനങ്ങൾ ഇപ്പൊ തന്നെ ആക്കിയിട്ടുണ്ട് ഞങ്ങള്. ഇനി എടാ എവിടെടാ എവിടാ നമ്മുടെ ഫുഡും കൂടെ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ. കണ്ട പെട്ടെന്ന് ഹങ്കർ ബാർ പറയാൻ എടാ കാണുന്ന ആടിനെല്ലാം തട്ടിക്കൊന്നേര്. എല്ലാ മൃഗത്തെ മീൻസ് ഫുഡ് കിട്ടുന്ന എല്ലാ എണ്ണത്തിന് തട്ടിയേര്. ഒരു 2 ഷീപ്പിനെയും കൂടെ കിട്ടിയിരുന്നെങ്കിലേ അത് ഒന്ന് കടന്നുറങ്ങാനുള്ള നിർവാഹമാണ്. ഞാൻ ബേസിലോട്ട് പോട്ടെ, നൈറ്റ് ആവുന്നു. എൻ്റെ കയ്യില് 4 ഹങ്കർ ബാർ കുറവാ. വരുവാ. നീ 3 പിക്കും 4 പിക്കും കൂടെ ആക്കിയോ? എന്നാ ഉള്ളതും കൊണ്ട് ആക്കാം. ആ ക്രാഫ്റ്റിന് അത് നമുക്ക് ആക്കാം. വാ 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 വാ. നമുക്ക് ആ കുഴിയിലോട്ട് പോകണം. ഇപ്പൊ കുഴിയിലോട്ട് പോകണം, ഇല്ല സീനോ. ഡേയ് ഒന്ന് ഞാൻ കഴിച്ചതായിരുന്നു. അങ്ങോട്ട് പോ. വാ 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 വാ. ഉള്ളി കറിക്ക. ഈ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ച് അതിന് ആ സ്ലാബ് എടുത്തേര്. എന്നാ നമുക്ക് അവിടെ നോക്കാം. വാ 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 വാ. കമോൺ. എടാ ഞാൻ ആ വുഡ് എടുത്ത് പറക്കി വെച്ചാ. ഓ അണ്ണന്മാര് ഫോണായി തുടങ്ങി. കുഴി എന്തൊക്കെയാണല്ലോ കാണുന്നത്. വേഗം. ഞാൻ അവിടെ ഒരു കുഴി ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കയറിപ്പോ. ആ ഇനി അതങ്ങ് മൂട്. തൽക്കാലം ഈ കുഴിക്കകത്തിരുന്ന് സ്റ്റോണും കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്യാം. സോറി ഞാൻ ഇവിടെയാണ് ഉദ്ദേശിച്ചത്. എടാ 2 കോപ്പിൾ സ്റ്റോൺ ഒന്ന് മൂടാനാ. എടാ താഴോട്ട് മൈൻ ചെയ്യുക. താഴോട്ട് പോയി ലെവൽ 15 ഇങ്ങോട്ട് മൈൻ ചെയ്യും. ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ വെള്ളം കാണും. ഇങ്ങോട്ട് നേരെ. ആ എടാ പിക്ക് പൊട്ടിക്കല്ലേ, ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. പിന്നെ നീ ലെവൽ എത്രയാ? എടാ വെറും 15. ആ കുഴിയൊന്നും മൂടാൻ നിൽക്കണ്ട, നീ തിരിച്ച് കയറി തന്നാ മതി. കേസ് നമ്മൾ 15 അവൻ നേരെ -15 പോയി. അവൻ എന്തിനാണ് നമുക്ക് ഇതുകൊണ്ട് വിൽക്കാൻ വെക്കാം. ആ സമയമാകുമ്പോഴത്തേക്കിനും ദയം. അപ്പൊ അവിടെ മരമെല്ലാം വളർന്നിട്ടുണ്ട്. ഈ നട്ടപ്പാതിരായിരിക്കുക. സോംബീസ് ഉണ്ടോ അവിടെ? നമ്മളിവിടെ എത്തി. ഡേ ആയി എന്നാ തോന്നുന്നു. കുറച്ചും കൂടെ നിക്കി. അയണൊന്ന് സ്മെൽറ്റ് ആവട്ടെ. വെറുതെ എന്തിനാ അവന്മാരുടെ കൈ കൊണ്ട് ഒരു കാര്യമില്ലാണ്ട് ആവുന്നു. ഫുഡ് ഉണ്ടോടാ? ഒന്ന് ഒറ്റൊരെണ്ണം മതി. എന്റെ വയറ് മാറി. 2 പോർക്ക് ചോപ്പ് തരാം, അല്ലെങ്കിൽ ബ്രെഡ് തരണം. ഇത് മതി. ബ്രെഡ് എവിടെ നിന്നല്ലേ? അയം കിട്ടി. അതിലൊന്ന് സ്മെൽറ്റ് ഔട്ട്. എത്ര ലെവലുണ്ടെന്ന് അറിയോ? 10 കൊണ്ടൊന്നും ആയി.
5 ചിക്കൻ, 15 ബീഫ്, 16 ബീഫ്, 4 പോർക്ക് ചോപ്പ്, 4 മട്ടൻ, 11 നഗർ. ഒന്ന് കടക്കട, ഞാൻ അവന്മാരുടെ നടുക്ക് കയറിയാ കിടക്കണം. ആ ഡേ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് എല്ലാത്തും കിട്ടിയുന്നുണ്ട്. ഓ നശിപ്പിച്ച് കാലമാട. അവൻ ചത്ത്. കേവാണേ രക്ഷപ്പെട്ടെ. കേവാണേ ഞാനും വരാം. ഓ നമ്മുടെ വഴി പൊട്ടിച്ചു കളഞ്ഞവന്മാര്. ഓ അടുത്തത് പൊട്ടരുത്, പൊട്ടരുത്, പൊട്ടേ. ഇതിനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലു. ഇവിടെ ഒന്ന് ഫോൺ പ്രൂഫ് ചെയ്യണം. ഇവന്മാർ ഒരു തരത്തില് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. കിട്ടുവാണെ കുറച്ച് ഡോക്ടർ ഉണ്ടോ നേരെ? കുഴിയെല്ലാം ഒന്ന് മൂടാനാണ്. മാറ്റി നടണ്ട് അല്ല വെക്കാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ ആർമറ ടൂള് ആവാൻ പറ്റും ഗൈസ്. കൊണ്ടേ കരിക്കും. ഞാൻ ഫുഡിന്റെ ഇത് നോക്കുവാണ്. അതിന്റെ ഇടയ്ക്കാണ് ആ ക്രീപ്പർ വന്ന് കൂട്ടി. എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ പണി കഴിഞ്ഞാൽ എന്നാടി ഗെയിമിന് ഭ്രാന്തം. വെള്ളം അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഗോയ്സ്. ഓ അതും മുട്ടി. തൽക്കാലം ഇത്ര സ്ഥലത്ത് നമുക്ക് നടാണ്ടേ. എന്നിട്ട് നമുക്ക് ഇതാക്കാം, എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഇപ്പൊ എന്തായാലും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം. ക്യാരറ്റ് എടുത്തില്ല, മുടുക്കാൻ. ഗൈസ് അങ്ങനെ ഇത്രയും ഭാഗം ആക്കിയിട്ടുണ്ട്. ഇനി സാധനം കിട്ടിയില്ല. കിട്ടുന്നതിനനുസരിച്ച് ഞാനിതങ്ങ് കംപ്ലീറ്റ് ആക്കിക്കോളാം. ഞാൻ അവൻ്റെ കൂടെ മൈനിങ്ങിന് പോകാം. അല്ലാണ്ട് ഇപ്പോഴൊന്നും ആർമറും ടൂളൊന്നും ആവില്ല. അവനൊറ്റയ്ക്ക് മൈൻ ചെയ്താൽ ഇപ്പോൾ കിട്ടാനാ. കേവ് കിട്ടിയെന്ന് പറയാൻ വന്നിയാ. എടാ ഒന്ന് കടന്നുറങ്ങിക്കേ ഉണ്ണി. ഫുഡ് വേണോ? വേണ്ട, തിന്നുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ബംഗാളി പിക്കാസ് വെച്ചിട്ടുണ്ട് അവിടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര പിക്കാസായി? ഇതും കൂടെ വെച്ചാൽ ഞാൻ സ്റ്റോൺ പിക്കാസ് കൊണ്ട് അല്ല അയൺ പിക്കാസ് കൊണ്ട് മീൻ. അതവിടെ ഇരിക്കുന്ന പറഞ്ഞോ. ബാ അയ്യോ ടോർച്ച് ആക്കാം. ടോർച്ച്
മതി. അഞ്ച് ഇത് വന്നില്ലേ ഏതാ വീഡിയോ ഡേർട്ട് വേണം പറഞ്ഞില്ലേ? വേണ്ട ഇനിയിപ്പോ വേണ്ട. ഞാൻ പിന്നെ എന്തിനാ ആ അത് സാരമില്ല, ഇരിക്കട്ടെ, ആവശ്യം വരും. സച്ചിൻ ചേട്ടാ 26 കോള്. കോൾ അത് ആ പെട്ടിക്കകത്ത് വെച്ച്. അപ്പൊ ഇതാക്കണ്ടേ? ഏത് ടോർച്ചോ? അത് എന്നാക്ക് ടോർച്ചാക്ക്. ശരിയാ, ഞാൻ മറന്നു. ഫുള്ള് 29 കൊണ്ട് വേണ്ട വേണ്ട വേണ്ട, പിന്നെ ഒരു 10 ആക്കിയാൽ മതി. 40 കിട്ടും, അത് മതി. 10 നമുക്ക് പിന്നെ മെൽറ്റ് ചെയ്യാൻ പിന്നെ കോളിന് ഓടേണ്ടി വരും. അതൊക്കെ ഭയങ്കര തൊല്ലയാ. 10 കൊണ്ട് 10 കോളും കൊണ്ട്. നീ എവിടെ ഗോൾഡ് ഉണ്ട്? ഗോൾഡ് മൈൻഡ് ചെയ്യാം നമുക്ക്. ഗോൾഡൻ ക്യാരറ്റ്. രണ്ടുപേരുള്ളതുകൊണ്ടാ കേസ് ഇത്ര അയൺ വേണ്ടത്. ഒരാൾക്കായിരുന്നെങ്കിൽ ഇത്ര അയണ്ട ആവശ്യമില്ല. സെറ്റ്. ഇവനിത് കൊറേ പോയത് എന്നതാടാ ഇത്? കാണാലോ. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ വന്നത് ആ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് 1 2 3 ഇനി ഇവിടുന്ന് ഞാൻ കുറേ പോകുന്നു. ആവശ്യത്തിനുള്ള അയം കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യണ്ടേ. ഒരു കേവ് ഇട്ടിട്ടുണ്ട്, അതിനകത്തേക്ക് വെള്ളം ഇതാണ്. കുട്ടിക്ക് പോ 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 പോ. പലരും ഉണ്ടാവും ഗൈസ്. എടാ നിക്ക് കുറച്ച് ടോർച്ച് വന്നിട്ട് പോയിക്ക്. ഞാൻ ഇവിടെ അങ്ങോട്ട് മൈൻഡ് ചെയ്തോണ്ട് പോകുമ്പോ കണ്ടത് പ്രജകൻ 2 സോംബി വന്നു, അവന്മാരടിച്ചു. ആ പോ കേവാ ഞങ്ങള്. ഓ അതേ വരുന്നു. പണ്ടാറടങ്ങാനായിട്ട് ഞെക്കുന്ന ബട്ടം മാറിപ്പോന്ന്. ടോർച്ച് വെച്ച് പോക്കണ. ആ ഞാൻ കിട്ടിക്കേ. ഇങ്ങനെ പോകുമ്പോ ടൈമുണ്ട്. ഓ എടാ ചത്ത് ഇനി ഒന്ന് വന്നേ. ഓൾമോസ്റ്റ് ഡൈ ആണേ. വാ, ഒരു ജാതക്കുള്ള ആളുണ്ട്. ഓ ചത്തുന്ന് വിചാരിച്ച. എടാ അവിടെ ഒരു ടോർച്ച് വെച്ച് ചത്തന്നാട്ടാ വിചാരിച്ച. ഇവൻ ഉള്ളോണ്ട് രക്ഷപ്പെട്ട്. ഇല്ല ഇപ്പൊ വടിയാണ്. ഞാൻ ശ്രദ്ധിക്കാണ്ട് അങ്ങ് കേറിപ്പോയി. ഇത് അങ്ങോട്ടുണ്ട്. നിക്കടാ, ആ കണ്ട അയാണ് എടുത്തോണ്ട് പോകും. ഞങ്ങളങ്ങനെ ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യട്ടെ. വരണ ഈ ഗെയിമിനകത്തൊരു തേങ്ങയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ആവശ്യത്തിനുള്ള അയൺ കിട്ടി. അയൺ മൈൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് ഒരു പണി കിട്ടിയത്. കാണിച്ചു. അയ്യോ ചെറുതായിട്ട് നൈറ്റാണ്. അപ്പോൾ ഡേ ആവാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോക്കാച്ചികളോ മാക്കാച്ചികളോ എല്ലാവരും വന്ന് നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ട് തന്നെ എടാ അയണിങ് ആന്നാടാ. ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇതിപ്പോൾ കിട്ടിയതാണ് ഇത്രേ സാധനം. എൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പോയി ഇൻവെൻട്രി ഒക്കെ ക്ലിയർ ആക്കി സെറ്റാക്കി. 36 കിട്ടി. വീട്ടിലും വീടില്ല. നീ എന്നാണ് ചെയ്യുന്ന? പിന്നെ വട്ടാണ് കൈസ്. വട്ട് മുഴുവട്ട് ഡേ ആയ നമ്മൾ 6ാമത്തെ ദിവസത്തില് ഫുൾ അയൺ ആർമർ ടൂള് ആവാൻ നിൽക്കുക കൈസ്. അതാണ് മാസ്. ഇനി ഇതെല്ലാം ഒന്ന് എടുക്കാൻ നോക്കട്ടെ.
വേണ്ട അവിടെ വുഡ്. ഫുഡ് വുഡല്ല വുഡ്. തട്ടിക്കോ. ഞാനും കൂടെ. എന്റെ അനിയനെ തല്ലുന്നു. ഉമ്മാർക്ക് എന്നാ കേട്ടോ അകത്ത് ചത്ത് വേണ്ടേ. അത് അവര് തല്ലിയതല്ല കേട്ടോ. ആ എന്റെ എടുക്കുവായിരുന്നു. ആ ശങ്കർബാറ് ഹെൽത്ത്. ആ എനിക്കത് ഇത് എന്റെ 7. നിന്റെ ലെവൽ എത്രയാടാ? 9. എന്റെ 7. ഞാൻ കോള് ചെയ്യുന്നില്ലേ? ആ കൊറേ കോള് കിട്ടി. ആ കോൾ എടുത്ത് അവിടെ വെച്ചാല്. ഞാൻ 52 കോള്. ഇപ്പോഴും സ്റ്റോൺ ഒരു സ്റ്റാക്ക് ആയില്ല. അല്ല വുഡ്. ഗൈസ് നമ്മൾ അയൺ റിച്ച് ആയി ഗൈസ്. സോറി അയൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കളിക്കാൻ അറിഞ്ഞൂടാ ഗൈസ്. അയൺ റിച്ച് എന്താ ഗൈസ് പോയി എടുക്കട്ട്. എത്ര നേരത്തെ പണിയാന്ന്. പൊട്ടി ഇല്ല. നീ വെള്ളത്തിലാണോ? ആ ഒരു സ്റ്റാക്ക് കറക്റ്റ്. കൊല്ലടാ അവനെ. ഒരടി പോരാ. ലെവൽ എനിക്ക് കിട്ടിയില്ല. നമുക്ക് ഫുള്ള് സെറ്റ് ഓഫ് അയൺ ആർമർ ടൂളോ. ഉണ്ണി കണ്ടേ ഫുൾ അയൺ ആർമറും ടൂളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.